ഹലോ ഗൈസ്, ഹായ്. അപ്പോൾ കുറേ നാളെ ഒരു യൂട്യൂബ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്, പക്ഷേ ഒരു ലോങ് യൂട്യൂബ് വീഡിയോ ഇന്നാണ് എനിക്ക് ഇടണം എന്നൊരു എന്താ പറയുക, ഒരു ധൈര്യം വന്നത്. അന്നേരം ഇന്ന് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഫിഷിംഗ് ആണ്. ഫിഷിങ്ങിനപ്പം എൻ്റെ അമ്മ പറഞ്ഞു, നീ പോയിട്ട് ഇതുവരെ ഒരു മീൻ കൊണ്ടുവന്നില്ല എന്ന്. ഞാൻ ഇന്നൊരു മീൻ കൊണ്ടുവരണം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ഫിഷിംഗ് ആണ്. അയ്യോ, ഒരു നരച്ച മുടിയല്ലേ അത്. ഞാൻ ഇപ്രാവശ്യമായ മീനും കൊണ്ടേ വരുള്ളൂ. പോ ചേർക്കാൻ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, എപ്പോഴും ഇത് പറയുന്നതാ. ഞാൻ ഇപ്രാവശ്യം മീൻ കൊണ്ടേ വരുള്ളൂ. ഇതൊന്ന് കണ്ടിട്ട് തന്നെ മീൻ കറി ചെമ്മീൻ ഇത് മാറ്റി വെക്കുവാ. ആ, നിന്റെ മീൻ കറി ഞാൻ മീനും കൊണ്ടേ ഇനി വരുന്നുള്ളൂ. നമുക്ക് നാളെ എടുക്കാം. ഞാൻ ഇനി മീനായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, കാണാം. അല്ല പിന്നെ ഗൈസ്, സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാളായി ഫിഷിംഗ് റോഡെല്ലാം എടുത്ത് നോക്കിയിട്ട്. പണ്ടാരെല്ലാം എടുത്ത് നോക്കണം, കൊണ്ടായിരുന്നാൽ മതിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയിട്ട് അതിൻ്റെ അറ്റം എവിടെയോ മരത്തിൽ കുടുങ്ങി പുള്ളി സീനായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ ഉള്ളത് ഡാലസ് ടെക്സാസിലാണ്. ടെക്സാസിലെ വെതറിനൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി വെതറാണ്. ബിക്കോസ് രാവിലെ ഭയങ്കര റെയിനിങ് ആയിരുന്നു. അതാണ് നമ്മുടെ നെയ്ബർഹുഡ് കണ്ടില്ലേ. പിന്നെ അങ്ങോട്ടും കുറേ വീടുകളുണ്ട്, എല്ലാം ഒരേപോലെ തന്നെ. ഇപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫിഷിംഗ് റോഡ്. അയ്യോ സാരല്ല, ഇത് ഞാൻ പണ്ട് പെയിൻ്റ് അടിച്ചത്. ഈ പെയിൻ്റൊന്നും ഇതുവരെ പോയിട്ടില്ല. ഇതൊക്കെ വർക്കായാൽ മതിയായിരുന്നു. മീനെ കൊണ്ടുവരണ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിറങ്ങിയതാണ്. ഇനിയിപ്പോൾ മീനെ കൊണ്ടുവരാൻ അത് വീട്ടിൽ കയറാൻ പറ്റൂല. അപ്പോൾ നമുക്ക് വിട്ടേക്കാം. Can't kill what I've become. I scream until I'm numb. Now with the ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു പോണ്ടിലെത്തിയിട്ടുണ്ട്. പെട്ടെന്ന് വീട്ടിൽ പോകണം, അല്ലെങ്കിൽ പണി കിട്ടും. മീൻ അവർ കറി വെക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കുന്നത് കൊണ്ടുവന്നിട്ട്. പക്ഷേ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നോക്കാം, നമുക്ക് ഇവിടെ കുറച്ച് ടീമും കൂടെ ഉണ്ട് മീൻ പിടിക്കുന്നത്. ഇവർക്കെല്ലാം കിട്ടുന്നുണ്ടല്ലോ ദൈവം, എനിക്കൂടെ കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ പോണ്ട് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു 2-2.5 മണിക്കൂറായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ മീൻ പോയിട്ടൊരു പുല്ലും എനിക്ക് കിട്ടുന്നില്ല. അവർക്കെല്ലാം കിട്ടുന്നുണ്ടാ, എനിക്ക് മാത്രം കിട്ടുന്നില്ല. മീൻ പോയിട്ടൊരു കുന്തം പോലും കിട്ടാൻ പോകുന്നില്ല. എനിക്കൊരു ഐഡിയ ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. അതേ നടക്കുള്ളൂ, അല്ലെ വീട്ടിൽ കയറാൻ പറ്റൂല. ആരെയും ക്യാച്ച് പുല്ല്. ഞാൻ പറഞ്ഞില്ലേ ടെക്സാസ് വെതർ. നേരത്തെ മഴയില്ലായിരുന്നല്ലോ, ഇപ്പം മഴ തുടങ്ങി കുറച്ച്. അതാ ഞാൻ പിന്നെ പോരുകയും ചെയ്ത്. മീനും കിട്ടിയില്ല, ഒരു കുന്തവും കിട്ടിയില്ല. മീൻ കിട്ടിയില്ല. ഞാൻ മേടിച്ചോണ്ട് കൂടെ നിൽക്കണം. മമ്മീനെ കാണിക്കുമ്പോൾ ഫ്രോസൺ ആയിരിക്കും. ഫ്രോസൺ അല്ല, സാൽമൺ. അത് മുറിച്ചു എന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കൂലേ? അല്ല, വലുത് കിട്ടിയില്ലേ നീളമുള്ളത്? ഫ്രോസൺ അങ്ങനെ ശരിയാവും. നോക്കാം, പറഞ്ഞാൽ മതി. ഞാൻ അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ആ ചേട്ടൻ പെട്ടി തന്നു. ശരിക്കും മീൻ കിട്ടിയോ? ഇതല്ലാണ്ട് പിന്നെ 2 ദിവസത്തേക്കുള്ളത് ഉണ്ട്. എന്നാൽ പിന്നെ എല്ലാഴ്ചയിലും പൊക്കും. ഒരു ദിവസം മീൻ മേടിക്കണ്ടല്ലോ. ഇത് എന്നിട്ട് ഒരു ചേട്ടൻ മുറിച്ചതാ. തലയൊക്കെ ഉണ്ട്. ചേട്ടന് കൊടുക്കാം. ചേട്ടന് കൊടുത്തു. എടാ, ഇത് തണുത്തിരിക്കുന്നല്ലോടാ. നീ വാൾമാട്ട് എവിടുന്നോ മേടിച്ച മീനല്ലേടാ? വാൾമാട്ടിൽ നിന്നാണോടാ? മീൻ കൊണ്ടുവരാൻ പറഞ്ഞു, മീൻ കൊണ്ടുവന്നു. അതിനിപ്പോ മീൻ കൊണ്ടുവന്നാ പോലെ. ഈ ചെറുക്കന്റെ കാര്യം വെറുതെ കളിപ്പിക്കും നമ്മളെ. ഇന്നത്തെ സാൽമൺ കറി ആയിരിക്കും അല്ലേ?
എല്ലാം ഫ്രൈ ചെയ്യാൻ പോകും. സമ്മ ഫ്രൈ ഓഫ് ഏതായാലും നീ മേടിച്ചോണ്ട് വന്നതല്ലേ. അടിപൊളി. അപ്പൊ ഫിഷിങ് ഏകദേശം തീരുമാനമായി. ഇനിയിപ്പോ നമ്മൾ അടുത്ത് എന്ത് വീഡിയോ ഇടും ഇപ്പൊ? അടുത്ത നമ്മുടെ കസീനോ. ഓ മൈ ഗോഡ്.